നമസ്കാരം. വൈവിധ്യങ്ങൾ ഉണരുന്ന പുത്തൻ കാഴ്ചകളുമായി ഈ ലോകത്തിൻ്റെ പുതിയൊരധ്യായത്തിന് തിരികൊളുത്താം. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. സന്തോഷപൂർവ്വം ഒരാൾ നമുക്ക് 1,00,000 രൂപ ദാനമായി തന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മലയാളികളെക്കുറിച്ച് പൊതുവേ പറയാറുണ്ട്, 1,00,000 രൂപ ഒരാൾ ദാനമായി കൊടുത്താൽ അത് കൊണ്ടുപോവാൻ ഒരു ഓട്ടോറിക്ഷ തരുമോ എന്ന് ചോദിക്കുമെന്ന്. വെറുതെ കിട്ടുന്നതും വീണു കിട്ടുന്നതുമൊക്കെ തന്ത്രപൂർവം കൈക്കലാക്കാനുള്ള മനുഷ്യൻ്റെ ത്വര, അതിന് മനുഷ്യനോളം പഴക്കമുണ്ടത്രേ. അങ്ങനെ ഒരു കാഴ്ച കാണാം നമുക്ക്. പ്രഭാത സവാരിക്ക് ഇറങ്ങിയതാണ് കക്ഷി. അതിനിടയിലാണ് ഈ കാഴ്ച കണ്ണിൽപ്പെട്ടത്. അത്ര വലിയ സംഖ്യയൊന്നുമല്ല, എന്നാലും ശ്രമം വിജയിക്കുന്ന ലക്ഷണമില്ല. കാരണം സംഭവം കിടക്കുന്നത് ചക്രത്തിൻ്റെ അടിയിലാണ്. എന്നാ പിന്നെ ഈ വണ്ടി നീങ്ങുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കുക. അല്ല പിന്നെ പക്ഷെ സമയം പോയതല്ലാതെ വാഹനത്തിൻ്റെ ഡ്രൈവറുടെ ഒരു അഡ്രസ്സുമില്ല. കുറേ കഴിഞ്ഞപ്പോഴാണ് ഒരു കോഫി ഷോപ്പ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്നാൽ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് സാവധാനം അദ്ദേഹം ഡ്രൈവർ വരുന്നതും കാത്തിരിക്കാമെന്ന് പാവം വിചാരിച്ചു. കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ കോഫി ഷോപ്പിലിരുന്ന് ചായ കുടിക്കുകയാണെങ്കിൽ പോലും ശ്രദ്ധ വണ്ടിയുടെ അടുത്ത് തന്നെ. അവിടെ മാറി മാറി വരുന്ന ഓരോ രംഗങ്ങളും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിവിധ വികാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പലപ്പോഴും അത് ആന്തലുകളായി രൂപാന്തരപ്പെട്ടു. ആരും അത് എടുത്തു കൊണ്ടുപോകുന്നില്ലല്ലോ എന്നുള്ള ആ സമാധാനം അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രകടമായി കാണാമായിരുന്നു. അങ്ങനെ മിനിറ്റുകൾ മണിക്കൂറുകളായി ഡ്രൈവർ ഒടുവിൽ വാഹനത്തിനടുത്തേക്ക്. ഡ്രൈവർ വന്നപ്പോഴല്ലേ രസം, ബഹുരസം. കഥാനായകൻ മാത്രമല്ല, ആ കോഫി ഷോപ്പിലിരുന്ന് ചായ കുടിക്കുന്നവരൊക്കെ ഡ്രൈവർ വരുന്നതും കാത്തിരിക്കുകയായിരുന്നുവെന്ന് ചുരുക്കം. പഴമക്കാരുടെ മാപ്പിളപ്പാട്ടിനോടുള്ള സ്നേഹം വളരെ വലുതായിരുന്നു. ടെലിവിഷനും റിയാലിറ്റി ഷോകളുമൊന്നും ഇല്ലാതിരുന്ന കാലത്തും അവർ മാപ്പിളപ്പാട്ടിനെ നെഞ്ചേറ്റി. നിഷ്കളങ്കമായി അവർ പാടി. മാല മാല മുത്തുമാല മുത്തുമ പടിബെച്ച മാല, മാല മാല മുത്തുമാല മുത്തുമ പടിബെച്ച മാല. അവരോട് സംഗതി പോരാ എന്നും ശ്രുതിപ്പിശകുണ്ടെന്നും ഷഡ്ജം ഇട്ടിട്ടേ ഇല്ല എന്നൊന്നും പറയാൻ അന്ന് വിധികർത്താക്കൾ അവരുടെ മുമ്പിലുണ്ടായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ അവർക്ക് നന്നായി പാടാനും കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു വന്ധ്യ വയോധികന്റെ മധുരമായ ഒരു ഗാനം നമുക്ക് കേൾക്കാം. ചെവിയായെ ആലിക്കുട്ടി മാമിക്കുട്ടിക്ക് കൊടുത്ത മാല, അച്ചെരിപ്പ് ഇച്ചെരിപ്പ് കാലിന്റെ ഉള്ളിലെ പൂച്ചെരിപ്പ്, അന്റെ പാത്തുമ്മ ഈ പോക്ക് നല്ലത് പെണ്ണെ പാത്തുമ്മ. കാലമാകെ കഴിഞ്ഞിട്ടും തലമുടിയാകെ നേരച്ചിട്ടും രചനയായി വന്നിറങ്ങിയതെന്തിന് പാത്തുമ്മ. ആജിയാര മോളെ മലായി പാത്തുമ്മ, അന്റെ പാത്തുമ്മ ഈ പോക്ക് നല്ലത് പെണ്ണെ പാത്തുമ്മ. കയ്യിലെ കുപ്പിവള ഞാൻ തച്ചുടച്ചതിന്, കയ്യിലെ കുപ്പിവള ഞാൻ തച്ചുടച്ചതിന്, കണ്ണീരൊലിപ്പിച്ച പെണ്ണല്ലേ. കനകത്തിൽ നിന്നു നിന്റെ മാപ്പിളയെ കൊണ്ടുവരുമ്പോൾ കൈകൊട്ടി പാടി രചിച്ചില്ലേ. കയ്യിലെ കുപ്പിവള ഞാൻ തച്ചുടച്ചതിന്, കയ്യിലെ കുപ്പിവള ഞാൻ തച്ചുടച്ചതിന്, കണ്ണീരൊലിപ്പിച്ച പെണ്ണല്ലേ. കനകത്തിൽ നിന്നു നിന്റെ മാപ്പിളയെ കൊണ്ടുവരുമ്പോൾ കൈകൊട്ടി പാടി രചിച്ചില്ലേ. നാം ചിന്തിക്കുന്നതൊന്നുമല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുക. നമ്മുടെ ചിന്തക്കുമപ്പുറം ദൈവഹിതങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് സംഭവിക്കണം. എരിതീയിൽ നിന്ന് വറചട്ടിയിലേക്ക് എന്ന തലക്കെട്ടോടുകൂടെയാണ് ഈ വാരത്തിൽ ഈ ദൃശ്യം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. ഈ കാഴ്ചയിൽ രസകരമായിട്ടൊന്നുമില്ല. ഇതൊരു കോമഡിയല്ല, സത്യത്തിൽ ഇതൊരു ട്രാജഡിയാണ്. പക്ഷേ ഇതെന്തിനാണ് ഈ ദൃശ്യം ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചാൽ, ഇനി കാണാൻ പോകുന്ന ദൃശ്യത്തിലുള്ള ചില തലതെറിച്ചവന്മാരെ പോലെയുള്ള ആളുകൾക്ക് ഇതൊരു പാഠം കൂടിയാണ്, ഒരു മുന്നറിയിപ്പ് കൂടിയാണ്, ഒരു സൂചന കൂടിയാണ്. പരിസര മലിനീകരണം ഒരു പരിധി വരെ നമ്മുടെ അശ്രദ്ധ മൂലമാണ് ഉണ്ടാകുന്നതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മാലിന്യങ്ങൾ പൊതുവഴിയിലും അന്യൻ്റെ തൊടികളിലും കൊണ്ടുപോയിട്ട് സ്വന്തം വീടും പരിസരവും വൃത്തിയാക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മിൽ പലരും. പൊതുസമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ സ്വാർത്ഥത എപ്പോഴും പല നല്ല കാര്യങ്ങൾക്കും വിഘ്നമായി മാറുന്നു. എന്നാൽ ഈ ഒരു കാഴ്ച ഇവിടെ വേറിട്ട ഒരു അനുഭവമാകുമെന്നതിൽ രണ്ടഭിപ്രായമില്ല. ഇതിൽ നിന്നെങ്കിലും നാം ഒരു പാഠം പഠിച്ചിരുന്നെങ്കിൽ. പണ്ട് ദാഹിച്ചവശയായ ഒരു കാക്ക കുടത്തിനടിയിലെ ഇത്തിരി വെള്ളത്തിലേക്ക് കൊക്കെത്താതെ വന്നപ്പോൾ കല്ലുകളിട്ടുകൊണ്ട് വെള്ളം പൊക്കി വെള്ളം കുടിച്ച് ദാഹം തീർത്ത കഥ നാം കേട്ടുമറന്നു. കഥയല്ല, ഇനി ഒരു യാഥാർത്ഥ്യത്തിലേക്ക്. ഇവിടെ പക്ഷേ കാക്കയും കല്ലും വെള്ളവുമൊന്നുമല്ല, ആടും ഈത്തപ്പനയോലയും.
ഇനിയൊരു സ്നേഹക്കാഴ്ച. ശത്രുത മറന്ന് ചില മൃഗങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ വിവിധ ദൃശ്യങ്ങൾ. സ്നേഹശൂന്യരായ മാനവകുലം മൃഗങ്ങളിൽ നിന്ന് കണ്ടുപഠിക്കട്ടെ നല്ല പാഠങ്ങൾ. വിഷയസംബന്ധിയായി നിങ്ങളുടെ വ്യക്തതയുള്ള മൊബൈൽ ഫോണുകളിലും ക്യാമറകളിലും പകർത്തുന്ന ദൃശ്യങ്ങളും ഇൻ്റർനെറ്റ് ലോകത്ത് നിന്ന് തപ്പിയെടുക്കുന്ന ലിങ്കുകളുമായി ഈ ലോകത്തിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ വീഡിയോകൾ ഈ ലോകം വെളിച്ചം കാണിക്കുന്നു. നിങ്ങളുടെ വീഡിയോകൾ www.facebook.com/groups/ilogam എന്ന ഫേസ്ബുക്ക് പേജിലോ dtv.ilogam@gmail.com എന്ന ഐഡിയിലേക്കോ അയക്കുക. ബ്ലോഗർ ഓഫ് ദി വീക്കിൽ മനു നെല്ലായാണ് ഇന്ന് നമ്മോടൊപ്പം. നമസ്കാരം, ഈ ലോകത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. മനുസ്മൃതി എന്നുള്ള ബ്ലോഗാണ് മനു ചെയ്യുന്നത് എന്നറിയാം. അതുപോലെ നീലാംബരി, അതുപോലെ വേറൊരു ബ്ലോഗ് കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഏതൊക്കെയാണ് ബ്ലോഗുകൾ? മനുസ്മൃതികൾ, നീലാംബരി, ചില ദിനാന്ത്യ കുറിപ്പുകൾ. എന്താണ് ഈ മനുസ്മൃതി എന്ന് ഇതിന് നാമകരണം ചെയ്യാനുണ്ടായ കാരണം? സാക്ഷാൽ മനുസ്മൃതിയുമായി എന്തെങ്കിലും വിധത്തിൽ ആന്തരികമായോ ബാഹ്യമായോ അങ്ങനെ എന്തെങ്കിലും ബന്ധം ഇതിനുണ്ടോ? മനുസ്മൃതി എന്നുള്ളത് പഴയ കാലത്തുള്ള മനു എഴുതിയിരിക്കുന്ന സ്മൃതികളാണ്. അതിന് മനുസ്മൃതി എന്നുള്ളത് പുരാണം, ശ്രുതികളും ആ വേദകാലഘട്ടത്തിൽ എഴുതി. അതായിട്ടൊരു ബന്ധമില്ല. മനുസ്മൃതി എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് മനു എന്നുള്ളതിനായാലും സ്മൃതി എന്നുള്ള ഓർമ്മകളായിരുന്നു മനുസ്മൃതികൾ എന്ന് കൂട്ടിക്കൊണ്ട് പറയാൻ എളുപ്പത്തിലിട്ട് ഒരു പേര്. മനുവിൻ്റെ ബ്ലോഗിലൂടെ സന്ദർശിക്കുമ്പോൾ സാമൂഹ്യ പ്രസക്തമായ പല വിഷയങ്ങളും അതിൽ കൈകാര്യം ചെയ്തതായി കാണാം. സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള ശക്തമായ ഭാഷയിലുള്ള പ്രതിഷേധങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ കേവലം ഒരു കവിത കൊണ്ടോ അല്ലെങ്കിൽ ഒരു കഥ കൊണ്ടോ അല്ലെങ്കിൽ വലിയ ദീർഘമായ ഒരു പ്രസംഗം കൊണ്ടോ ഒക്കെ പ്രതിരോധിക്കാൻ മാത്രം ചുരുങ്ങിയ ഒരു സംഭവമല്ലല്ലോ ഈ സാമൂഹ്യ തിന്മകൾ. ബ്ലോഗർമാർക്ക് ഈ വിഷയത്തിൽ എന്തൊക്കെ ചെയ്യാനാകും? ക്രിയാത്മകമായി എന്തൊക്കെ ചെയ്യാൻ കഴിയും? പ്രിൻറ്റിംഗ് മീഡിയ ആയാലും ഓൺലൈൻ മീഡിയ ആയാലും എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എഴുതി വിതറി ഓടുന്നത് സമൂഹത്തിനൊരു പ്രതിബദ്ധത കൊടുക്കുന്നില്ല. നമ്മളെന്തെങ്കിലും എഴുതും, നമ്മളുടെ ആശയങ്ങളും ആദർശങ്ങളും നീതിശാസ്ത്രങ്ങളാണ് വാക്കുകളായിട്ട് എഴുതുന്നത്. എഴുതിയിട്ട് അത് ആ എഴുത്തിനോടെ തീർന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു ഞാൻ എൻ്റെ റിയൽ ലൈഫിലേക്ക് പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പ്രതിബദ്ധ ആ രീതിയല്ല. അതിന് ഓൺലൈൻ ലോകത്തായാലും ശരി, സാധാ എഴുത്ത് പ്രിൻറ്റിംഗ് മീഡിയയിലായാലും ശരി, എഴുതുന്നത് തന്നെ പ്രവൃത്തിയിലും എത്തണം. ഇപ്പം എൻ്റെ കവിതകൾക്ക് പുറമെ എൻ്റെ നീലാംബരി എന്നുള്ളതിലെല്ലാം പറഞ്ഞ പോലെ ദിനാന്ത്യക്കുറിപ്പുകളാണ്. അത് ഓരോ ദിനങ്ങളിൽ തോന്നിട്ടുള്ള നമ്മളുടെ സമകാലികമായിട്ടുള്ള ഇതിലെല്ലാം തോന്നുന്ന അതാണ് എഴുതുന്നത്. അതിലെല്ലാം ഉള്ളത് ഇപ്പോൾ സമൂഹ പ്രതിബദ്ധതകൾ തന്നെ. അത് രാഷ്ട്രീയമാവാം, മതമാകാം, മറ്റേ സർക്കാരിന് നമ്മൾ വിമർശിക്കുന്നതാവാം, നീതി പീഠങ്ങളോടാവാം. പക്ഷെ നമ്മളൊരു പൗരനെന്ന നിലയിൽ പച്ചയായിട്ട് തോന്നുന്നത്. അതിൽ പിന്നെ സാഹിത്യ സംബന്ധിയില്ല. അതിൽ കുറേ ഉണ്ട്, അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ എഴുതിയിട്ട് തന്നെ കുറേ പേര് അതിൽ കുറേ വിമർശിക്കാൻ വന്നിട്ടുണ്ട്. വിമർശനത്തിന് പുറമെ കുറേ പേര് നേരാവണ്ണം തന്നെ നേരിട്ട് തന്നെ കൂട്ടായ്മകളിൽ കുറേ പറഞ്ഞിട്ടുണ്ട്. വർത്തമാനകാലത്ത് യുവതലമുറ എഴുത്തിൽ നിന്നും വായനയിൽ നിന്നുമൊക്കെ വളരെയധികം പിന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു പരിദേവനം എപ്പോഴും മുഴങ്ങിക്കേൾക്കുന്നു. എത്രത്തോളം ശരിയാണിത്? അക്ഷരലോകത്തിൽ എഴുത്തായാലും വായനയായാലും രണ്ട് തലമുറയായിട്ടും ഇരിക്കാം. ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ എന്ന് തന്നെ പറയാതെ നമ്മളുടെ കാലത്തെന്ന് പറഞ്ഞാൽ 10 വർഷം മുൻപ് വരെ എഴുത്തും വായന ഒരു സബരിയായിരുന്നു. ഒരു നോവലായാലും ഒരു കവിതയായാലും മണിക്കൂറുകളോളം ക്ഷമയോട് കൂടിയിട്ട് നമ്മളെല്ലാം വായിച്ചിരുന്നു. ക്ഷമ പറഞ്ഞാൽ അത്രയും ഒരു അധ്യായം തുടങ്ങിയിട്ട് അതൊരു തപസ് പോലെ ആയിരുന്നു. ഇന്ന് വായനയ്ക്ക് നേരം കിട്ടുന്നില്ല. സ്പീഡപ്പാണ് ലോകം.
അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ തിരക്കുകൾ 24 മണിക്കൂറുകളും ഒരു പ്ലാൻഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള തലമുറകൾ പിന്നോക്കം പോകുന്നതിനെ കുറ്റം പറയാൻ കഴിയില്ല. നമ്മളുടെ കാലമല്ല, വിരൽത്തുമ്പിലാണ് ലോകം. അങ്ങനെ വരുമ്പോൾ ഈ പുതിയ തലമുറക്ക്, ഈ ന്യൂ ജനറേഷന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവോ? ഈ രംഗത്തുനിന്ന് മാറ്റങ്ങളില്ലെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൽ തന്നെ നന്നായിട്ട് എഴുതുന്നവരുണ്ട്, ഇപ്പോൾ നല്ല ആക്ടിവിസ്റ്റുകളുണ്ട്, കുറേ പേരുണ്ട്, നേരിൽ തന്നെ അറിയുന്നവരുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെ കുറേ പേര് ബ്ലോഗിനെ നന്നായിട്ട് രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട്. അതേപോലെ വലതുപക്ഷ ചായവുള്ളവർ ഉണ്ട്. പിന്നെ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം നേരിട്ട് കുറേ പേരറിയാം, വ്യക്തിപരമായിട്ട് അറിയാം. ഒന്നിനോടും നമ്മൾ ചായ്വാക്കി എഴുതാറില്ല, പക്ഷേ എല്ലാറ്റിനും നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന രീതിയിൽ എഴുതി വിടാറുണ്ട്. അതിനാരെയും ഭയക്കാറുമില്ല. ബ്ലോഗ് രംഗത്ത് എഴുതുന്നവരെയും ബ്ലോഗ് എഴുത്തിനെയും രണ്ടാം കിടയിലേക്ക് പിന്തള്ളപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള അവരതിന് പ്രേരിപ്പിക്കുന്നതിനുള്ള ചേതോവികാരം എന്തായിരിക്കും? എന്താണ് ഇങ്ങനെയൊരു പ്രവണത ഉണ്ടാവാനുള്ള കാരണം? സത്യത്തിൽ ബ്ലോഗ് സാഹിത്യത്തിൽ നിലവാരമുള്ള രചനകൾ പിറക്കാത്തത് കൊണ്ടാണോ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നത്? അത് നിലവാരമില്ലായ്മയല്ലത്, അതൊരു കോക്കസിൻ്റെ ഇവർ അടിച്ചമർത്തപ്പെട്ടവരാണ്, ഇവരങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ എന്നുള്ള പ്രിൻറ്റിംഗ് മീഡിയയിലെ ചില കോക്കസുകളുടെ തീരുമാനമായി അതിനെ കാണാൻ പാടും. അപ്പോൾ ഇതിനെ ബ്ലോഗ് എഴുത്തിനെ ടോയ്ലറ്റ് സാഹിത്യം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന കുറേ പേരെ എഴുത്തുകളെ ഓൺലൈൻ ലോകത്തായാലും സാധാ നമ്മുടെ റിയൽ ലൈഫിലായിട്ട് ഒരുപാട് പേരെ അറിയാം. പക്ഷേ അവരെല്ലാം തന്നെ ഇന്ന് ബ്ലോഗിനെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ലോകത്ത് നന്നായിട്ട് എഴുതുന്നവരാണ് പണ്ട് ചവറ് സാഹിത്യമാണ്, ടോയ്ലറ്റ് സാഹിത്യമാണ് എന്നൊക്കെ പറഞ്ഞവർ ഇന്ന് നന്നായിട്ട് എഴുതുന്നത്. അത് ഓൺലൈൻ അപ്പോൾ അവർക്ക് അതിന് വിമർശിച്ചവർക്ക് തന്നെ അതിനെ ഉൾക്കൊണ്ടേ പറ്റൂ. ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിരിക്കുന്നു. അപ്പോൾ അന്ന് പറഞ്ഞവർ ഇതല്ല അത് എന്ന് പറഞ്ഞ പോലെ വേദം വായിച്ച പോലെ നേതി എന്നും പറയുന്ന പോലെയാണത്. അതിനെ നമ്മൾ കണക്കാക്കേണ്ടതില്ല, അതിനെ തള്ളുക. എഴുതുന്നവൻ എഴുതിക്കോട്ടെ. അത് കുട്ടികളായാലും ഇപ്പോൾ ഒരുപാട് പിള്ളേർ നന്നായിട്ട് എഴുതുന്നുണ്ട്. നല്ല പുതുതലമുറ നന്നായിട്ട് നമ്മളൊക്കെ നെട്ടിപ്പോവും. കവിതകളായാലും കഥകളായാലും ലേഖനങ്ങളായാലും അവരെ നമ്മൾ പ്രായഭേദമന്യേ നമ്മൾ ചിലപ്പോൾ മാനിച്ചു പോകും. അവരെല്ലാം ഇനിയിപ്പോൾ ഇത് ചവറ് സാഹിത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിമർശിച്ചിട്ട് കാര്യമില്ല. ഇനി വരുന്നത് അവരുടെ കാലഘട്ടമാണ്, നമ്മളത് വണങ്ങിയേ പറ്റൂ. കുറേ വർഷമായല്ലോ ഈ ഭൂലോകത്ത് എഴുതാൻ തുടങ്ങിയിട്ട്. ഇത്രയും കാലത്തെ എഴുത്തിനിടയിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ടോ? നേട്ടം പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചോളം എഴുത്തെന്ന് പറഞ്ഞാൽ കർമ്മണ്യേയും വാദികാരസ്ഥയും മാഫലേഷ് കഥാചനാണ്. ഒരു കർമ്മവും അതായത് ഒരു ഫലം വെച്ചിക്കാതെ എഴുതുന്നതാണ്. നമ്മളത് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ഉയർച്ച താഴ്ചകളിലും ലാഭനഷ്ടങ്ങളിലും ജയപരാജയങ്ങളിലും എല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഒരു ഇടർച്ചയിൽ ചിലപ്പോൾ ഒരു മാസം ഒന്നും എഴുതാതെ ഇരുന്നിട്ടുണ്ടാവും, ചിലപ്പോൾ 5-6 വർഷം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുക. എന്താണ് ഇതിൽ നിന്ന് നേട്ടം? അപ്പോൾ മറ്റൊരു ആഴ്ചൻ്റെ കാഴ്ചപ്പാടിൽ ഏത് ടൈം കളയാണ്, സിസ്റ്റത്തിൻ്റെ മുന്നിലിരിക്കുന്നു, കുറേ പോസ്റ്റൊന്നും എഴുതുന്നു. എന്താണ് ഇതിൽ നേട്ടം? ജീവിതത്തിൽ എന്താണ് മെച്ചം? അതിനുള്ള ഉത്തരം അത്രയേ ഉള്ളൂ. നേട്ടങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ ഇതുണ്ട്, കൂട്ടായ്മകളിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറേ സുഹൃത്ത് ബന്ധങ്ങൾ, സമാന മനസ്സുകളുള്ള കുറേ ബന്ധങ്ങൾ. അവരിൽ പിന്നെ ഇവിടെ കവികളുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, ചിത്രകാരന്മാരുണ്ട്, ചലച്ചിത്ര രംഗത്തിരിക്കുന്നുണ്ട്, ആൺപെൺ ഭേദമന്യുള്ള കുറേ കൂട്ടുകാർ. അത്ര തന്നെ. നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും കോട്ടങ്ങളിലേക്കും കിടക്കണം. കോട്ടങ്ങളായി വല്ലതും രേഖപ്പെടുത്താവുന്നതായിട്ട് വല്ലതുമുണ്ടോ? കോട്ടങ്ങളിൽ അങ്ങനെ എണ്ണി തിട്ടപ്പെട്ടി പറയാൻ കോട്ടങ്ങളില്ല. പിന്നെ അതിലും വിമർശകരുടെ വേഷം കെട്ടി വന്ന് വെറുതെ വിളിച്ചു പറയുന്നവരെ അതൊരു കോട്ടങ്ങളായി കാണാറുള്ളൂ. അവരപ്പോൾ ബുദ്ധിയുള്ള എഴുത്തുകാർ അവരെയൊന്നും അവഗണിച്ചാൽ കളയുക ചെയ്യാറ്. അപ്പോൾ ഒരുപാട് പേരുണ്ടായാലും നന്നായിട്ട് എഴുതുന്നവരെ, ഇപ്പോൾ പ്രിൻറ്റിംഗ് മീഡിയയിൽ നന്നായിട്ട് എഴുതുന്നവരെ, ബാലേന്ദ്രൻ ചുള്ളിക്കാട്, അശോകൻ ചെരുവിൽ, രാജ് മൈത്തിൽ, അങ്ങനെ ഒരുപാട് പേര് അവരെല്ലാം ഓൺലൈൻ ലോകം യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അവരെല്ലാം അവരുടെ ആശയങ്ങളും ആദർശങ്ങളും നീതിശാസ്ത്രങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളിൽ അവർ എഴുതുന്നുണ്ടല്ലോ. അവർ നന്നായിട്ട് എഴുതുന്നു. പിന്നെ അതേപോലെ പുതു കവിതകളിലാണെങ്കിൽ പഴയ കവിത അല്ല, പഴയ വൃത്തനിബന്ധമായ കവിത അല്ല, പുതു കവിതകൾ എത്ര പേര് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും? കുഴൂർ വിൽസൺ, വിഷ്ണുപ്രസാദ്, ഡോണ മയൂര, ശൈലൻ, ഷാജി അമ്പലത്ത്, ഹബ്രൂഷ്, MK കരീം സാർ, അങ്ങനെ ഒരു വിട്ടുപോയതാണ് പറയുകയാണെങ്കിൽ. ഇന്നിപ്പോൾ ഇത് ടൈം തികയില്ല. അത്ര പേരുണ്ട് അഭിമാനത്തോടെ പറയാം ഇവരെല്ലാം ഓൺലൈൻ ലോകത്തുനിന്ന് വന്നവരാണെന്ന്. അവർ പ്രിൻറ്റിംഗ് മീഡിയയിൽ മാത്രം തെളിഞ്ഞവരല്ല. അപ്പോൾ കോട്ടങ്ങളെക്കാൾ കൂടുതൽ നേട്ടങ്ങളാണെന്ന് ചുരുക്കം. നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രിൻറ്റിംഗ് മീഡിയയിൽ എഴുത്തിനേക്കാൾ ഉപരി നേട്ടം എന്ന് പറയാനുള്ളത് മനസ്സിന് ഒരു സംതൃപ്തി ചെയ്ത നേട്ടം എന്താണെങ്കിൽ ഇതിൽ നിന്ന് കുറേ കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ ഓൺലൈൻ കൂട്ടായ്മകളിൽ ഉണ്ടായിട്ടുണ്ട്. ഫേസ്ബുക്ക് കൂട്ടായ്മകളുടെ കാലമാണിത്. ചിലർ ചുരുങ്ങിയ നേരം പോക്കുകൾക്ക് മാത്രം തുടങ്ങി വെക്കുന്ന ഗ്രൂപ്പുകൾ, അവയെ മാറ്റി നിർത്തിയാൽ ശരിക്കും എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കൂട്ടായ്മകൾ ഇപ്പോൾ നിലവിലുണ്ട്. അങ്ങനെ വല്ല കൂട്ടായ്മകളും താങ്കളുടെ എഴുത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? അത് താങ്കളുടെ എഴുത്തിന് ഗുണകരമായ വല്ല പ്രചോദനങ്ങളും ഏകിയതായി പറയാനുണ്ടോ?
ഇപ്പോൾ പറയട്ടെ, ഇപ്പോൾ ശ്രുതിലയം എന്നുള്ളൊരു കൂട്ടായ്മ ഉണ്ടായി. ഓർക്കൂട്ട് കാലം തൊട്ടേ അറിയാം. ഓർക്കൂട്ടിലാണ് ഞാൻ വരുന്നത്. 2008 7 കാലഘട്ടത്തിൽ 6-7 വർഷമായി ഇതിൽ വന്നിട്ട്. അന്നാണ് ബ്ലോഗ് ഉണ്ടാക്കുന്ന ഒരു കൗതുകത്തോടു കൂടി ഉണ്ടാക്കിയതാണ്. ഇന്നത്തെ പോലെ എഴുതാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടൊന്നല്ല. കുറേ ഉണ്ടാക്കിയൊരു കൗതുകത്തോടു കൂടി ഉണ്ടാക്കുന്നു. അതിൽ കുറേ എഴുതുന്നു. ആദ്യം കുറേ കവിതകൾ, പിന്നെ നീലാംബരി കിടക്കുന്നു, അതിൽ കുറേ ലേഖനങ്ങൾ പോലെ ഉണ്ടാക്കുന്നു. പക്ഷെ അന്നൊക്കെ നമ്മൾ കൂട്ടായ്മകൾ ഒരു കൗതുകത്തോടെ ആയിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം നല്ല കാരുണ്യപ്രവർത്തനം പോലെ തന്നെ ചെയ്യുന്നു. മലയാളം നാട് എന്നുള്ള FB ഗ്രൂപ്പ് 1,70,70,000 രൂപയോളം ഒരു പേഷ്യൻറ്റ് ഞങ്ങളെല്ലാം സമാഹരിച്ചു കൊടുത്തു. അപ്പോൾ വെറും വരെ കീബോർഡിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് വെറും ചാറ്റ് ബോക്സുകൾ മാത്രമല്ല, നേരം പോക്കിൽ മാത്രം വെറുതെ ന്യൂ ജനറേഷൻ തമാശകൾ മാത്രമല്ല എന്നുള്ളത് കൂടി ഒരു അപവാദമായി കാണാം. അങ്ങനെയുള്ള ചെയ്തതിലൊരു അഭിമാനമുണ്ട്. അത് നേട്ടം തന്നെയാണ്. ബ്ലോഗ് എന്ന ഒരു പൊതുമാധ്യമം ഇല്ലായിരുന്നുവെങ്കിൽ ഇത്രയും നല്ല രചനകൾ താങ്കളുടെ തൂലികയിൽ നിന്ന് പിറക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ വായനക്കാരെ, ഇനി അഥവാ എഴുതിയാൽ തന്നെ ഇത്രയും കൂടുതൽ ആളുകളെ, വായനക്കാരെ ഇത് വായിക്കാൻ വേണ്ടി കിട്ടുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടായിരുന്നു? അങ്ങനെ തോന്നുന്നുണ്ട്? എൻ്റെ മനുസ്മൃതി, നീലാംബരി എന്ന 2 ബ്ലോഗാണുള്ളത്. അതിലൊന്നിൽ കവിതകൾ, ഒന്നിൽ ലേഖനങ്ങൾ. എൻ്റെ നേട്ടം എന്നുള്ളത് പറഞ്ഞാൽ എൻ്റെ മാത്രം എൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള അറ്റംപ്റ്റിൽ മാത്രം കിട്ടിയ നേട്ടങ്ങളാണ്. ഞാൻ ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ പോയിട്ട് ഞാൻ ഇതിലെ പോസ്റ്റ് ഒന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഇവിടെ 10 പേർക്ക് മെയിൽ ചെയ്തിട്ടോ അങ്ങനെയല്ല. ഇപ്പം എൻ്റേതായെന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്ററിൽ മുഖാന്തരം കൂടുതൽ വന്നവരാണ്. അതിൻ്റെ ബ്ലോഗിലുള്ള കമൻസ് നോക്കിയാലും അറിയാം. ഇന്നിപ്പോൾ ബ്ലോഗർമാരായി വിരാജിക്കുന്ന ആരുടെയും ചിലപ്പോൾ കമൻസ് അതിൽ കമ്മിയായിരിക്കും. അതിൽ പരിദേവനങ്ങളൊന്നുമില്ല. പക്ഷെ എന്താ പറയാൻ കാരണം, നമ്മൾ എഴുതുന്നു, നമ്മളെ ഫോളോ ചെയ്യുന്ന പലരും സ്പ്ലിറ്റ് ചെയ്തിട്ട് പലരും, അതായത് അറിയപ്പെടുന്നവരുണ്ടാവാം, അറിയപ്പെടാത്തവരുണ്ടാവാം. സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളെ സാഹൂജ്യം ശ്രദ്ധിക്കുന്ന ഒരു ടീമുണ്ട്. അവർ വന്നു വായിക്കുന്നു, അവർ കമൻ്റ് ഇടുന്നു, അവർ ചിലർ വിളിക്കുന്നു, ചിലർ നേരിട്ട് മെയിൽ ചെയ്യുന്നു, ചിലർ മെസ്സേജ് ചെയ്യുന്നു, ചിലർ നന്നായെന്ന് പറയുന്നു. നിശ്ചിതമായി വിമർശിക്കുന്നവരുണ്ട്, നീ എഴുതിയത് നന്നായില്ലെന്ന്. പക്ഷെ നമ്മൾ അത് രണ്ടും ഒരു നിസ്സംഗമായ രീതിയിൽ, നിർവികാരമായ രീതിയിൽ അത് ഉൾക്കൊള്ളുന്നു. കാരണം നമ്മളിപ്പോൾ എല്ലാവരും എഴുതുന്നത്, നമ്മളൊരു സൃഷ്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നന്നൂന്ന് മാത്രം കേൾക്കരുത്. അതിൻ്റെ മൈനസ് പോയിൻ്റ് അത് അറിയണം. അതാണ് എഴുത്തുകാർ. നമ്മളിപ്പോൾ എഴുത്തുകാരനാണ്, ഞാൻ ബ്ലോഗറാണ്, ഞാൻ എഴുതുന്നവരെല്ലാവരും നല്ല ഇഷ്ടപ്പെടണം. അതിൽ കാര്യമില്ല. അതിന് പ്രിൻറ്റിങ് മീഡിയ ആയാലും ശരി, ഓൺലൈൻ മീഡിയ ആയാലും ശരി, ഇനിയിപ്പോൾ ദൃശ്യശ്രവ്യ വേറെ മാധ്യമങ്ങളായാലും ശരി, ചെയ്യുന്നതെല്ലാം അതിന് വിമർശകർ വരണം. എന്നാലാണ് നമ്മൾ തെറ്റും കുറ്റവും കണ്ട് പോകാൻ പറ്റൂ. പക്ഷെ എൻ്റെ ഇതിൽ 90% എന്ന് പറഞ്ഞ പോലെ വല്ലാതെ വിമർശനങ്ങൾ വരാറില്ല. നന്നു എന്ന് പറയുന്നത് നോട്ട് ബാഡ് എന്നുള്ളൊരു ഇതെങ്കിലും വരാറുള്ളൂ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വായനക്കാർ തീരുമാനിക്കട്ടെ. വളരെയധികം നന്ദി ഈ ലോകം പ്രോഗ്രാമുമായി സഹകരിച്ച് അനുഭവങ്ങൾ പങ്കുവച്ചതിന്, അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്. ഓക്കെ, താങ്ക്സ് വെരി മച്ച് പ്രേക്ഷകർക്കും നന്ദി. മറ്റൊരു ബ്ലോഗറുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ, ഈ ലോകം, ദർശന TV, എരഞ്ഞിപ്പാലം PO, കോഴിക്കോട്. ഈ ലോകം വിശേഷങ്ങൾ തീരുന്നില്ല. അത്ഭുതങ്ങൾ, തമാശകൾ, വിസ്മയങ്ങൾ, കൗതുകങ്ങൾ. ഈ ലോകത്തിൻ്റെ ഈ സ്ക്രീനിലെ ഈ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഈ ലോകം സൈൻ ഔട്ട്. നന്ദി, നമസ്കാരം.